ഹായ്, അഡ്വഞ്ചർ സ്പോട്ട് എൻ്ററിൻ്റെ മറ്റേ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറച്ച് നാളായിട്ട് യൂട്യൂബൊക്കെ നിർത്തിയതായിരുന്നു, വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ആൻഡമാനിലാണുള്ളത്. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് ജേർണി സ്റ്റാർട്ട് ചെയ്തത്. ഫ്ലൈറ്റിനാണ് വന്നിരിക്കുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ ട്രാവൽ ചെയ്യാമെന്നുള്ളതൊക്കെ ഇനി വീഡിയോയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഒരുവിധം ഞാനൊന്നും ബുക്ക് ചെയ്യാണ്ട വന്നിട്ടുണ്ടായിരുന്നത്, ഫ്ലൈറ്റിന് മാത്രമേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഇവിടെ വന്നിട്ടാണ് ചെയ്തത്. നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ് ആൾക്കാരൊക്കെ, അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. നെറ്റ്വർക്കും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഞാൻ ഡീറ്റെയിൽ എല്ലാം ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യും കേട്ടോ. ഇത് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ഞാൻ ഹോട്ടൽ ഞാൻ കാണിച്ചു തരാം. ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. കെവിൻ ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. നല്ല സർവീസൊക്കെയാണ് കേട്ടോ. അടിപൊളി നൈസ് പ്ലേസ്. നമ്മൾ ആൻഡമാനിലെ സെല്ലുലാർ ജയിലിൻ്റെ ഉള്ളിലാണുള്ളത്. ഇവിടെ എൻട്രി ഫീ ഒരാൾക്ക് 30 രൂപയാണ് വരുന്നത്. കാണാൻ അടിപൊളിയാട്ടോ, നല്ല രസമുണ്ട്. വൈകുന്നേരം ഇവിടെ ഒരു ഈവനിങ് ഷോയും ഉണ്ട്, അതിന് ബുക്ക് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ വെബ്സൈറ്റ് ഉണ്ട്, അതിൻ്റെ വെബ്സൈറ്റിൽ കയറി നമുക്ക് ബുക്ക് ചെയ്യാം കേട്ടോ. www.andaman-tourism.in എന്നെങ്ങാണ്ടാണ്. അതിൽ കയറി നമുക്ക് ചെയ്യാൻ പറ്റും. ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവനിങ് ഷോ 1 ഹവറിൻ്റെയാണ്. അടിപൊളിയാണെന്നാണ് പുള്ളി പറഞ്ഞത്. വൈകുന്നേരം നമ്മൾ വരുന്നുണ്ട്. നല്ല സ്ഥലം കേട്ടോ, നല്ല വൃത്തിയുള്ള സ്ഥലം, അടിപൊളിയാണ്. പൊതുവേ എല്ലാവർക്കും ഉള്ളൊരു കാര്യം എടുത്ത ഡൗട്ട്, റേഞ്ച് ഉണ്ടോ എന്നൊക്കെ ഉള്ളതൊക്കെ ഒരു ഇതായിരുന്നു ഞാൻ വരുമ്പോൾ എനിക്ക് കൺസേൺ. പക്ഷെ നല്ല നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ഇവിടെ എല്ലാ നെറ്റ്വർക്കിനും ഒരു ഇതൊക്കെ റേഞ്ച് ഉണ്ട് കേട്ടോ. ജയില് കണ്ട എവിടെയെങ്കിലും പരിചയമുണ്ട്? അത് പണ്ടത്തെ നമ്മുടെ മോഹൻലാലിൻ്റെ പടത്തിൽ കാലാപാനിയിലുള്ള ഒരു ജയിലാണത്. ഇവിടെയാണ് അതിൻ്റെ ഷൂട്ടുകളൊക്കെ കുറേ നടന്നിട്ടുണ്ടായിരുന്നത്. സെല്ലുലാർ ജയിലാണ് കേട്ടോ. ഇത് സെല്ലുലാർ ജയിലിൻ്റെ ഉൾവശമാണ്. ഇതിങ്ങനെ ഒരു ലൈൻ അങ്ങറ്റം വരെ സെല്ലുലാർ ജയിലാണ്. ഇത് ഒരേ കൺസ്ട്രക്ഷനിലുള്ള ജയിലുകളാണ് എല്ലാം, അങ്ങറ്റം വരെ ഒരേപോലെ. ഇതിനൊരു ഗാർഡാണുള്ളത്. ഗാർഡ് താമസിക്കുന്നത് ഇവിടെയായിരുന്നു. ഇത് ഗാർഡിൻ്റെ റൂമാണിത്. ഗാർഡായിരുന്നു ഇതെല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൻ്റെ ലോക്ക് സിസ്റ്റം കണ്ടു, ഇതാണ് ജയിലാണിത്. ഇതിൻ്റെ ഉള്ളിലാണ് ആളുണ്ടാവുക. അതിൻ്റെ ലോക്ക് സിസ്റ്റം എവിടെയാണ്. ഇവിടുന്ന് ഇത് വെച്ചിട്ട് ലോക്കാകും. ലോക്കാവും. മൊത്തം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഫുള്ള് കട്ട വെച്ചിട്ടാട്ടോ. മൺകട്ടയാണ് കംപ്ലീറ്റ്. ചുട്ടതായിരിക്കും തോന്നുന്നു പണ്ടൊക്കെ. ഇതിൻ്റെ മുകളിൽ ഈ കോൺക്രീറ്റോ അങ്ങനെ ഒന്നുമില്ല, കംപ്ലീറ്റ് കട്ട തന്നെ കാണുന്നുള്ളൂ. മുകൾ വശം കണ്ടോ, കംപ്ലീറ്റ് എല്ലാം കട്ടയാണ് അറ്റം വരെ. അതേപോലെ ഈ റൂംസും എല്ലാം അങ്ങ്. ഇത് സെല്ലുലാർ ജയിലിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ചെറിയൊരു മ്യൂസിയം പോലത്തെ കേട്ടോ. പണ്ടത്തെ ഇവിടുത്തെ പ്രിസണിലുണ്ടായിരുന്ന ആൾക്കാരുടെ വേഷങ്ങളാണ്. ഇതായിരുന്നു തോന്നുന്നു ഇവരുടെ കോസ്റ്റ്യൂം ഇവിടെ ഉണ്ടായിരുന്നത്. ചാക്ക് കൊണ്ട് ഉണ്ടാക്കിയൊരിതാണ്. പിന്നെ അവർ പണിഷ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ രീതിയൊക്കെ ഇവിടെ ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതൊക്കെ എങ്ങനെയാണെന്നുള്ളത് കുറച്ച് ഫ്രെയിംസ് ഇവിടെ ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ മുകളിൽ നമുക്ക് കാണുമ്പോൾ സെൻറ്ററിൽ കാണുന്നത് അതിൻ്റെ ഉള്ളിൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്.